കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി 9 വയസ്സുകാരിയായ വിനോദിനി ആശുപത്രിയിലെ 4 ചുവറുകൾക്കുള്ളിലാണ്. തന്റെ മുറിച്ചു മാറ്റിയ വലത് കൈയിലേക്ക് നോക്കുമ്പോൾ ആ കൊച്ചു പെൺകുട്ടിയുടെ ഉള്ളു പിടയും. ഇനിയുള്ള തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്ക ആ കുഞ്ഞു മനസ്സിൽ നിറയും. കഴിഞ്ഞ 36 ദിവസമായി ആശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ കടുത്ത വേദനയോടും മനോവേദനയോടും മരുന്നുകളോടും മല്ലിട്ട് കഴിയുകയാണ് 9 വയസ്സുകാരിയായ വിനോദിനി. എവിടെ അമ്മേ എൻ്റെ കൈ? ഞാൻ ഇനി എങ്ങനെ എഴുതും, എങ്ങനെ മുടി കെട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പ്രസീതയ്ക്കും ഉത്തരമില്ല. പിന്നെ ഏങ്ങലടിയായി കരച്ചിലായി. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അമ്മ പ്രസീതയ്ക്കറിയില്ല. മുറിവുണങ്ങിയാൽ കൈ വരുമെന്നും പുതിയ കൈ വയ്ക്കുമെന്നും പറഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയിൽ പഠിക്കാൻ മിടുക്കിയായ വിനോദിനിയുടെ പഠനവും മുടങ്ങി. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് 9 വയസ്സുകാരിയായ വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അന്നൊക്കെ ഒപ്പമുണ്ട് തങ്ങളെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കൈ സഹായത്തിന് ആരുമില്ല. പാലക്കാട് പല്ലശ്ശന സ്വദേശികളായ പ്രസീത വിനോദ് ദമ്പതിമാരുടെ 3 മക്കളിൽ മൂത്തയാളാണ് വിനോദിനി. സെപ്റ്റംബർ 24 വീട്ടിൽ കളിക്കുന്നതിനിടെയാണ് വിനോദിനിക്ക് വീണ് പരിക്കേൽക്കുന്നത്. വലതു കൈത്തണ്ടയിൽ 2 പൊട്ടൽ. ഓപ്പറേഷൻ ചെയ്യാതെ എല്ലുകളെ പൂർവ്വസ്ഥിതിയിലാക്കി പ്ലാസ്റ്റർ ഇട്ടു. ഒക്ടോബർ 3 വരാൻ പറഞ്ഞു, തിരിച്ചയച്ചു. എന്നാൽ വേദന കാരണം അടുത്ത ദിവസം ആശുപത്രിയിലെത്തിയപ്പോൾ വേദന സംഹാരി നൽകി തിരിച്ചയച്ചു. പിന്നീട് പ്ലാസ്റ്റർ ഇട്ട കൈ നീര് വന്ന് കറുത്തു. വേദന കലശലായതോടെ 30 വീണ്ടും ആശുപത്രിയിലെത്തി. ഡോക്ടർ പ്ലാസ്റ്റർ അഴിച്ച് പരിശോധിച്ചപ്പോൾ കൈ പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. ഉടൻ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് വലതുകൈ മുട്ടിന് താഴെ മുറിച്ചുമാറ്റി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിനോടകം 5 ശസ്ത്രക്രിയകൾക്ക് വിധേയയാക്കി. ഇനി എത്ര ദിവസം ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് അറിയില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് നല്ല ചികിത്സ തരുമെന്ന് പറഞ്ഞതല്ലാതെ മറ്റ് സഹായങ്ങളൊന്നും ഈ നിർധന ദളിത് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. കൂലിപ്പണിക്കാരനായ അച്ഛൻ വിനോദും പ്രസീതയും മകൾക്കൊപ്പം ആശുപത്രിയിൽ തന്നെയായതിൽ പണിക്ക് പോകാനും കഴിയുന്നില്ല. രാവിലെയും വൈകിട്ടും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങും. മെഡിക്കൽ കോളേജിലെ വരാന്തയിലാണ് വിനോദ് കിടക്കുന്നത്. ചിലവിന് പണമില്ലാത്തതിനാൽ അടുപ്പക്കാരിൽ നിന്ന് പണം കടം വാങ്ങിയാണ് കുടുംബം കഴിയുന്നത്. വിനോദിനിക്ക് തൊട്ടു താഴെയുള്ള 6ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ വിനോദിന്റെ അമ്മയുടെ കൂടെയാണിപ്പോൾ. മാത്രമല്ല 6 വയസ്സുകാരന്റെ പഠനവും വീട്ടുവാടകയും മുടങ്ങി. തിരിച്ചു ചെല്ലുമ്പോൾ എന്തു ചെയ്യുമെന്ന് അറിയില്ലെന്ന് വിനോദ് പറയുന്നു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ചികിത്സിച്ച ഡോക്ടർമാർ, ആശുപത്രി സൂപ്രണ്ട്, DMO എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മൂമ്മ ഓമന കഴിഞ്ഞ ദിവസം പാലക്കാട് ASPക്ക് പരാതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.